ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഇപ്പം നിൽക്കുന്നത്. നമുക്കതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേര് സ്പ്രെഡ്ഷീറ്റ്. ആദ്യം സ്പ്രെഡ്ഷീറ്റ് എന്താണെന്ന് നോക്കാം. Spreadsheet is an application software comprising several rows and columns for data manipulation. It is used to record, calculate, and compare numerical or financial data. Spreadsheet എന്ന് പറയുന്നത് കുറേ റോസും കോളംസും ചേർന്നിട്ടുള്ള സെല്ലുകളുടെ ഒരു കൂട്ടമാണ്. പല രീതിയിലുള്ള ഡാറ്റ മാനിപ്പുലേഷന് അത് സഹായിക്കുന്നു. ന്യൂമറിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും സ്പ്രെഡ്ഷീറ്റ് ഹെൽപ്ഫുൾ ആണ്. എക്സാമ്പിൾസ് ഫോർ സ്പ്രെഡ്ഷീറ്റ്സ്: ലിബ്രെ ഓഫീസ് കാൽക്, MS Excel, ലോട്ടസ് 1, 2, 3. ലിബ്രെ ഓഫീസ് കാൽക്ക് നമുക്ക് പഠിക്കാനുള്ളത് ലിബ്രെ ഓഫീസ് കാൽക്കിനെ കുറിച്ചാണ്. എന്താണ് ലിബ്രെ ഓഫീസ് കാൽക്ക്? ഏറ്റവും ബ്രീഫായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ലിബ്രെ ഓഫീസ് കാൽക്ക് ഈസ് എ സ്പ്രെഡ്ഷീറ്റ് പാക്കേജ്. ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. കുറേ എക്സാമ്പിളിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറ്റ് ഇസ് അവൈലബിൾ ടു ഓൾ അബ്സല്യൂട്ട്ലി ഫ്രീലി. ഫീച്ചേഴ്സ് ഓഫ് ലിബ്രെ ഓഫീസ് കാൽക്ക് ഓർ സ്പ്രെഡ്ഷീറ്റ്: ഈസി കാൽക്കുലേഷനെ സഹായിക്കുന്നു. അറേഞ്ചിങ് ഡാറ്റ അതിന് ഹെൽപ്ഫുള്ളാണ്. ഡാറ്റ ക്രമീകരിക്കാൻ എളുപ്പത്തിലുള്ള കണക്കുകൂട്ടലുകൾക്ക്. സെർവ് ആസ് എ ഡാറ്റാബേസ്. നമുക്കൊരു സ്റ്റോറേജ് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാം. നമ്മുടെ ഡാറ്റാബേസ് ഉണ്ടാക്കാനും അത് സൂക്ഷിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഡൈനാമിക് ചാർട്ട്സിൻ്റെ ജനറേഷനും ലിബ്രെ ഓഫീസ് കാൽക്ക് ഹെൽപ്ഫുള്ളാണ്. വേറെയുമുണ്ട്, നമ്മൾ ലിമിറ്റ് ചെയ്ത നമ്പർ ഒന്ന് ലിമിറ്റ് ചെയ്തതാണ്. കോമ്പണൻസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഓർ ലിബ്രെ ഓഫീസ് കാൽക്ക്. ഒരു സ്പ്രെഡ്ഷീറ്റ് എന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ് താഴെ പറയുന്നത്. റോ, കോളം, സെൽ, റേഞ്ച്. റോ എന്താണ്? റോ നോക്കാം. റോ എന്ന് പറയുമ്പോൾ നിര എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ദി ഹൊറിസോണ്ടൽ ഗ്രിഡ് ഇൻ എ വർക്ക്ഷീറ്റ് ഇസ് കോൾഡ് റോ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ പിന്നെ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ കുത്തനെയുള്ളത്, ഇത് പിന്നെ വിലങ്ങനെയുള്ളത്. ഹൊറിസോണ്ടൽ ഗ്രിഡ് ഇൻ എ വർക്ക്ഷീറ്റ് ഈസ് കോൾഡ് റോ. ഒരു വർക്ക്ഷീറ്റിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രിഡിനാണ് നമ്മൾ റോ എന്ന് വിളിക്കുന്നത്. റോസ് ആർ നെയിംഡ് ബൈ നമ്പേഴ്സ് ലൈക്ക് 1, 2, 3 എക്സെട്ര. കോളം എന്ന് പറയുമ്പോൾ വരി, റോ എന്ന് പറയുമ്പോൾ നിര. ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക് ദർ ആർ ഇത്രയും റോസ് ഉണ്ട്. 10,48,576 rows are there in ലിബ്രെ ഓഫീസ് കാൽക്ക്. ഇത്രയും നമുക്ക് നിരകൾ അഥവാ റോസ് കാണാൻ സാധിക്കും. കോളം: ദി വെർട്ടിക്കൽ ഗ്രിഡ് ഇൻ എ വർക്ക്ഷീറ്റ് ഇസ് കോൾഡ് കോളം. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ളത്. Columns are named by alpha characters like A, B, A, B, and ended with AMJ in LIBRE OFFICE CALC. There are 1024 columns. 1024 columns ആണ് ഉള്ളത്. ഇൻസേർട്ട് ഓർ ഡിലീറ്റ് എ കോളം ഓർ എ റോ. ഒരു കോളം നമുക്ക് ഇൻസേർട്ട് ചെയ്യുകയോ ഒഴിവാക്കുകയോ നമുക്ക് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് പിന്നീട് പറയുന്നതാണ്. സെൽ എന്താണ്? സെൽ എന്നാണ്. The intersection of a row and column is called a cell. In a spreadsheet, data are recorded in cells.
ഇൻ എ സ്പ്രെഡ്ഷീറ്റ് കഴിഞ്ഞൊരു കോമ വേണം. സോ ഒരു കോളവും റോയും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം, അതിനാണ് നമ്മൾ സെൽ എന്ന് വിളിക്കുന്നത്. സെൽ അഡ്രസ്. Cell address is used to identify a cell. It consists of column name, letter, and a row number. ഓരോ സെല്ലിനും ഓരോ അഡ്രസ് ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ആ സെല്ലിൻ്റെ ഐഡൻറ്റിറ്റി. ആ അഡ്രസ്സിൽ കോളത്തിൻ്റെ പേരും, അതായത് ലെറ്ററിൽ ABCD, റോയുടെ നമ്പറും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ, ഫസ്റ്റ് സെല്ലിനെ വർക്ക്ഷീറ്റ് A1, ഒന്നാമത്തെ ഒരു വർക്ക്ഷീറ്റിലെ ഒന്നാമത്തെ സെല്ലിന് A1 എന്ന് വിളിക്കുക. എ കോളവും ഒന്നാമത്തെ നിരയിലുള്ളത്, റോയിലുള്ളതും. 8th കോളം 7th റോ, H7, എട്ടാമത്തെ ഇംഗ്ലീഷ് ലെറ്റർ H ആണ്, 7ാമത്തെ റോയും. Cell pointer. The active cell has a frame around it. That frame is called a cell pointer. ഒരു വർക്ക്ഷീറ്റ് എടുക്കുമ്പോൾ അതിൽ ആക്റ്റീവായിട്ടുള്ളൊരു സെല്ലുണ്ടായിരിക്കും. ആ സെല്ലിൻ്റെ ചുറ്റും ഒരു ഫ്രെയിമും ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഏത് സെല്ലാണ് ആക്റ്റീവായിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ ഫ്രെയിമിനാണ് നമ്മൾ സെൽ പോയിന്റർ എന്ന് വിളിക്കുന്നത്. റേഞ്ച്. എ റേഞ്ച് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് സെൽസ് ഇൻ എ വർക്ക്ഷീറ്റ്. എ റേഞ്ച് മേ കണ്ടെയ്ൻ ജസ്റ്റ് എ സിംഗിൾ സെൽ ഓർ മെനി സെൽസ്. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്തുള്ള നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെൽസിൻ്റെ ഒരു കൂട്ടം. The range starting from D1 to E10 is written as D1 colon E10, where column is the range operator. ആ റേഞ്ച് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു കോളൻ ആയിരിക്കും. D1 മുതൽ E10 വരെയുള്ള സെല്ലുകളുടെ ഒരു ശ്രേണി അഥവാ ഗ്രൂപ്പ്. നെയിമിങ് എ റേഞ്ച്. നമുക്കെപ്പോഴും ഈ D1 കോളൻ E10 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അല്ലാതെ ഈ ഒരു ഫീൽഡിന്, ഈ ഒരു പ്രത്യേക ഭാഗത്തിന് നമുക്കൊരു പേര് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ട് ഈ D1 കോളൻ E10 എന്നടിക്കുന്നതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ മാറ്റാൻ നമുക്ക് ജസ്റ്റ് ആ ഫീൽഡിന് നമ്മൾ കൊടുത്ത പേര് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. നെയിമിങ് എ റേഞ്ച്. നെയിമിങ് എ റേഞ്ച് മീൻസ് ഗിവിങ് എ റെഫറൻസ് നെയിം ടു എ സ്പെസിഫിക് റേഞ്ച്. ഏത് റേഞ്ചിന് നമുക്കൊരു പേര് കൊടുക്കാൻ സാധിക്കും. റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം സെല്ലുകളാണ്. ഇനി നെയിം കൊടുക്കാനുള്ള, ഒരു റേഞ്ചിന് നെയിം കൊടുക്കാനുള്ള പ്രൊസീജിയറാണ്. നെയിം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്പേഴ്സ് എന്നാണ്. സെലക്ട് ദ സെൽസ് വിച്ച് ആർ ടു ബി നെയിംഡ്, സേ B2 to F2. B2 മുതൽ F2 വരെയുള്ള സെല്ലുകൾക്ക് നമ്മൾ നമ്പേഴ്സ് എന്ന പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ഡിഫൈൻ റേഞ്ച് ഫ്രം ഡാറ്റ മെനു. ഇപ്പം മുകളിൽ ഉള്ള മെനു ബാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിഫൈൻ റേഞ്ച്, ഡാറ്റ മെനുവിൽ ഡിഫൈൻ റേഞ്ച് നമുക്ക് കിട്ടും. ആദ്യം ഡാറ്റ മെനു എടുക്കുക. ഡാറ്റ മെനു ഒരുപാട് ഓപ്ഷൻസ് തരും. അതിൽ നമുക്ക് ഡിഫൈൻ റേഞ്ച് എടുത്താൽ മതി. ദെൻ ഗീവ് ദ നെയിം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെയിം കൊടുക്കാനുള്ള ഒരു ഫീൽഡ് വരും. അവിടെ നമ്മൾ നമ്പേഴ്സ് എന്ന് കൊടുക്കുക. ഇൻ ദി ഓപ്പണിംഗ് ഡയലോഗ് ബോക്സ് ആൻഡ് സേവ്. താഴെ തന്നെ സേവ് ചെയ്യാനുള്ള ഒരു ഫീൽഡും ഉണ്ട്. ആ സേവ് ചെയ്യാൻ അതിന് മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. വർക്ക് ബുക്ക്. എന്താണ് വർക്ക് ബുക്ക്? എ ഫയൽ ഇൻ സ്പ്രെഡ്ഷീറ്റ് ഇസ് നോൺ ആസ് എ വർക്ക് ബുക്ക്. എ വർക്ക് ബുക്ക് ഇസ് എ കളക്ഷൻ ഓഫ് നമ്പർ ഓഫ് വർക്ക് ഷീറ്റ്സ്. അതാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. എ ഫയൽ ഇൻ സ്പ്രെഡ്ഷീറ്റിലുള്ള ഒരു ഫയൽ. വർക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു കൂട്ടം വർക്ക്ഷീറ്റുകളുടെ കളക്ഷൻ ആവാം. വർക്ക്ഷീറ്റ്. ഈച്ച് പേജ് ഇൻ ദ വർക്ക് ബുക്ക് ഇസ് കോൾഡ് വർക്ക്ഷീറ്റ്. ഒരു വർക്ക് ബുക്കിലുള്ള ഓരോ പേജിന് നമ്മൾ എന്ത് പറയും? വർക്ക്ഷീറ്റ് എന്ന് പറയും. എത്ര വേണമെങ്കിലും വർക്ക്ഷീറ്റ് ഒരു വർക്ക് ബുക്കിൽ ഉണ്ടാവാം. സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ വർക്ക് ബുക്ക്. എങ്ങനെയാണ് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നത്? ഫയൽ, ന്യൂ. ടു ഓപ്പൺ എ ന്യൂ ഫയൽ. ഒരു പുതിയ ഫയൽ തുറക്കാൻ വേണ്ടിയിട്ട്. ഓർ എക്സിസ്റ്റിംഗ് ഫയൽ ആണെങ്കിൽ ഫയൽ, ഓപ്പൺ. സേവ് എ വർക്ക് ബുക്ക്. ഒരു വർക്ക് ബുക്ക് എങ്ങനെ സേവ് ചെയ്യാം? ഫയൽ, സേവ്, ഓർ ഫയൽ, സേവ് ആസ്.
ഈ രീതിയിൽ നമുക്ക് വർക്ക് ബുക്ക് സേവ് ചെയ്യാൻ പറ്റും. ക്ലോസ് വർക്ക് ബുക്ക്. എങ്ങനെ വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും? ഫയൽ, ക്ലോസ്. ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. ഒരു പുതിയ വർക്ക്ഷീറ്റ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? ക്ലിക്ക് ദ ടാബ് അറ്റ് ദി എക്സാക്ട് പൊസിഷൻ, പ്ലസ് സിമ്പിൾ. താഴെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു പ്ലസ് സിമ്പിൾ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് ഉണ്ടാവും, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ടാവും. ഓൺ ദി ബോട്ടം ഓഫ് ദി പ്രസന്റ് വർക്ക്ഷീറ്റ് ആൻഡ് റൈറ്റ് ക്ലിക്ക് ഓൺ ദി ഷീറ്റ് ടാബ് ഓർ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ആ പ്ലസ് സിമ്പിളിൽ അടിച്ചാൽ മതി. അതല്ലെങ്കിൽ ആ ഷീറ്റ് ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഷീറ്റ് കൊടുക്കുക. ആദ്യത്തെ മെത്തേഡാണ് വളരെ ഈസി ആയിട്ടുള്ളത്. ടു ഡിലീറ്റ് എ വർക്ക്ഷീറ്റ്, ഒരു വർക്ക്ഷീറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ദി വർക്ക്ഷീറ്റ് ടാബ് വിച്ച് യു വാണ്ട് ടു ഡിലീറ്റ്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വർക്ക്ഷീറ്റ് ടാബിൻ്റെ താഴെ നമുക്ക് മനസ്സിലാവും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഷീറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ടു റീനെയിം എ വർക്ക്ഷീറ്റ്, ഒരു വർക്ക്ഷീറ്റിന് പേരൊന്ന് മാറ്റി കൊടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യും? ക്ലിക്ക് ദി നെയിം ഓഫ് ദി വർക്ക്ഷീറ്റ് ടാബ്, താഴെയുള്ള ആ നെയിമിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഷീറ്റ് 1, 2, 3 ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് മാറ്റേണ്ട, പേര് മാറ്റേണ്ടത്. യു വാണ്ട് ടു റീനെയിം ആൻഡ് ക്ലിക്ക് എൻ്റർ ന്യൂ നെയിം. ഓക്കെ, പുതിയ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ റീനെയിം ഇതിൽ പോയിട്ട് നമ്മൾ ആ പുതിയ പേര് കൊടുത്താൽ മതി. എന്നിട്ട് ഓക്കെ അടിച്ചാൽ മതി. ഇനി ടൈപ്സ് ഓഫ് ഡാറ്റ. ഇൻ ദ സെൽ ഓഫ് എ വർക്ക്ഷീറ്റ് 3 types of data are entered. Their value, label and formula. 3 തരം ഡാറ്റ നമുക്ക് ഒരു സെല്ലിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ തരാമെന്ന് നോക്കാം. വാല്യൂ is the number that you enter in a cell. It also includes symbols like plus, minus, comma and decimal point. ഇത്തരം വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്യാം. Now label. The text data is called label. It includes alphabets and symbols. നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ അത് ലെറ്റർ ആവാം, സിംബൽസും ആവാം. Formula. A formula is a mathematical expression that produces a new value from the values or numbers on which it is applied. LibreOffice Calc formula begins with an equal symbol. അത് നമുക്കൊരു സെല്ലിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു വാല്യൂ, ഒരു നമ്പറാണത്. അതിൽ എന്തുണ്ടാവും? ഈ പ്ലസ്, മൈനസ്, കോമ, ഡെസിമൽ പോയിന്റ് അങ്ങനെയുള്ള സിമ്പിൾസും അതിൻ്റെ കൂടെ വരാം. ലേബൽ എന്ന് പറയുമ്പം ടെക്സ്റ്റാണ്, അതോടൊപ്പം സിമ്പിൾസും വന്നേക്കാം. ഫോർമുല എന്ന് പറഞ്ഞാൽ പ്യുവർലി ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. അവിടെ നമ്മൾ വാല്യൂസ് ഓർ നമ്പേഴ്സും അതോടൊപ്പം ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കോമ്പണൻസ് ഓഫ് എ ഫോർമുല. ഒരു ഫോർമുലയുടെ കോമ്പണൻസ് എന്തൊക്കെയാണ്? എ ഫോർമുല ഹെൽപ്സ് ടു സ്പീഡ് അപ്പ് ദി കാൽക്കുലേഷൻസ്. എ സ്റ്റാൻഡേർഡ് ഫോർമുല മേ ഹാവ് 3 കോമ്പണൻസ്. ഒരു ഫോർമുലയ്ക്ക് 3 കോമ്പണൻസ് ഉള്ളത് നമ്മുടെ കാൽക്കുലേഷൻസിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കും. കാരണം ഓരോ സമയം നമ്മൾ ഈ ഫോർമുല ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ബൈ ഡിഫോൾട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. അല്ലാതെ നമുക്ക് സാഹചര്യത്തിൻ്റെ ആവശ്യമനുസരിച്ചും നമുക്ക് ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം എന്തൊക്കെയാണ് ഒരു ഫോർമുലയുടെ 3 കോമ്പണൻസ് നോക്കാം. മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങളും ഉണ്ട്. സെൽ റെഫറൻസസ്, ഫങ്ഷൻസ്. ഈ 3 എണ്ണമാണ് പ്രധാനമായിട്ടും ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയുടെ കോമ്പണൻസ്. എക്സാമ്പിൾ ഫോർമുല B10 എന്ന് പറയുന്ന സെല്ലിൽ നമ്മളിത് അടിച്ചു കൊടുക്കണം. B10 is equal to അല്ല, B10 എന്നുള്ള സെല്ലിൽ നമ്മളിത് അടിച്ചു കൊടുക്കുകയാണ്. ഈക്വൽ ടു സം A1 കോളൻ A10. A1 മുതൽ A10 വരെയുള്ള സെല്ലുകളിലെ നമ്പർ എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്പറുകളുടെ ആകെ തുക കണ്ടെത്താനുള്ളതാണ്. ഇൻ എ ഫോർമുല there must be some mathematical operators like plus or minus etc.
മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് നിർബന്ധമാണ്. സെൽ റെഫറൻസ്. The cell address used in the formula is called cell reference. A cell reference identifies the location of a cell or cells in a spreadsheet. There are 3 types of cell references. അപ്പോൾ പിന്നെ ആ സെല്ലിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, സോഴ്സ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ സെൽ റെഫറൻസ് സഹായിക്കും. The cell address used in the formula is called sub. മറ്റൊന്നല്ല, ഒരു സെൽ അഡ്രസ് ആണ് ഫോർമുലയിൽ ഉപയോഗിക്കുന്ന സെൽ അഡ്രസ്. അതിനാണ് നമ്മൾ സെൽ റെഫറൻസ് എന്ന് വിളിക്കുന്നത്. അത് സെല്ലിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ സെല്ലുകളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മളോട് പറഞ്ഞു തരും. ടൈപ്സ് ഓഫ് സെൽ റെഫറൻസ്: റിലേറ്റീവ് റെഫറൻസ്, അബ്സല്യൂട്ട് റെഫറൻസസ്, മിക്സ്ഡ് സെൽ റെഫറൻസസ്. 3 തരം സെൽ റെഫറൻസ് ഉള്ളത്. റിലേറ്റീവ് ആപേക്ഷികം, അബ്സല്യൂട്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ളത്, മാറ്റാനാവാത്തത്, മിക്സ്ഡ് എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്നത്. റിലേറ്റീവ് സെൽ റെഫറൻസ് എന്താ നോക്കാം. നോർമൽ റെഫറൻസ് ആണിത്. ഈ റിലേറ്റീവ് സെൽ റെഫറൻസ് സാധാരണ ഇതിൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് സാധാരണയുള്ള ഓപ്പറേഷൻസിന്. When a formula is copied to another cell, the cell reference given in the formula will automatically changes to suit the new location. അപ്പോൾ നമ്മളൊരു സെല്ലിൽ ഒരു ഫോർമുല കൊടുത്തിട്ട് അതിനെ താഴോട്ട് ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് A1 കൊടുത്തിട്ടുള്ള ഫോർമുല B2 എത്തുമ്പോൾ B1 എത്തുമ്പോൾ അതനുസരിച്ച് ആ പുതിയ ലൊക്കേഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അവിടേക്ക് സ്യൂട്ടാവുന്ന വിധത്തിൽ ഫോർമുലയിൽ മാറ്റം വരുന്നു. ഫോർ എക്സാമ്പിൾ, സെൽ D1 contains the formula equal to A1 plus B1 plus C1. While copying the formula to D1 to D2, the formula will automatically change to A2 plus equal to A2 plus B2 plus C2. ഇത് ഈ രീതിയിൽ A1 ഉള്ളത് A2 ആയി, B2 C2. D2ലേക്ക് ഫോർമുല കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഇതാണ് റിലേറ്റീവ്, ആപേക്ഷികം, സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ പൊസിഷൻ അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കാത്തതാണ്. Unlike relative reference, absolute reference cell doesn't change when copied to another location. മാറ്റം വരുന്നില്ല. To set an absolute reference, a $sign is used before the column name and row number or row number. അപ്പം നമുക്ക് രണ്ടും, അതായത് സെല്ലിൻ്റെ അഡ്രസ്സും അതേപോലെ സെല്ലിൻ്റെ കോളത്തിന്റെ ആൽഫബറ്റും റോയുടെ നമ്പറും ഫിക്സഡ് ആക്കി വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും $സൈൻ യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം പിന്നെ ഒന്ന് നമുക്ക് ആവശ്യമുള്ളെങ്കിൽ അതിനോട് ചേർത്ത് നമ്മൾ $സൈൻ യൂസ് ചെയ്താൽ മതി. എക്സാമ്പിൾ, C1 എന്നുള്ള കോളത്തിൽ എൻ്റർ ചെയ്താണ് ഈക്വൽ ടു $A $1. ഇനി ഇത് രണ്ടും ഒരു കാരണവശാലും മാറില്ല. $B $1. അപ്പോൾ ഇത് അബ്സല്യൂട്ട് ആണ്, ഒരിക്കലും മാറാത്തതാണ്. അബ്സല്യൂട്ട് സെൽഫ് റെഫറൻസ് വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് റെഫറൻസസ് ഇഫ് യു കോപ്പി ദ ഫോർമുല ടു എനി പാർട്ട് ഓഫ് ദ വർക്ക്ഷീറ്റ്. എവിടേക്ക് വെച്ചാലും ഇത് തന്നെ, ഈ രീതി തന്നെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വേറെ ഒരു മാറ്റവും നമുക്കിതൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. മിക്സ്ഡ് റെഫറൻസ്, ഇത് ചില ആളുകൾക്ക് സെല്ല് സെയിം ആക്കി നിലനിർത്തണം എന്നുണ്ടാവും, ഫിക്സഡ് ആക്കി നിലനിർത്തണം എന്നുണ്ടാവും, പക്ഷെ റോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റണം എന്നുണ്ടാവും, അല്ലെങ്കിൽ നേരെ തിരിച്ചു സംഭവിക്കാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതാണ്? മിക്സ്ഡ് റെഫറൻസ് ഈസ് യൂസ്ഡ് ടു കീപ് എ കോളം ഓർ എ റോ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ എ ഫോർമുല. ഇറ്റ് ഈസ് പാർട്ട്ലി അബ്സല്യൂട്ട് ആൻഡ് പാർട്ട്ലി റിലേറ്റീവ്. എക്സാമ്പിൾ, C1 ഈക്വൽ ടു A $1. അപ്പം A എന്നുള്ള പറയുന്നത് കോളം റിലേറ്റീവ് ആണ്. അതേസമയം ഈ 1 എന്ന് പറയുന്നത് റോ, അത് ഫിക്സ്ഡ് ആണ്. ഹിയർ A is relative while 1 is constant and B is constant and 1 is relative. നേരെ മറിച്ചാണ് ഇവിടെ. B ഫിക്സ്ഡ് ആണ്, 1 റിലേറ്റീവ് ആണ്, മാറിക്കൊണ്ടിരിക്കുന്നു. Functions are built-in formulas or predefined formulas in a spreadsheet to perform some specific calculations. Unlike formula, in function, users have to provide cell reference and address only. So formula ആണെങ്കിൽ മൊത്തം നമ്മുടെ യൂസർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേസമയം
ഫങ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം യൂസേഴ്സിന് സെൽ റെഫറൻസും അഡ്രസ്സും മാത്രം മാറ്റി കൊടുത്താൽ മതി. Functions are built-in formulas or predefined formulas in spreadsheet to perform some specific calculations. ഇത് പൊതുവായി ആളുകൾ സ്ഥിരമായി ചെയ്യുന്ന ചില ഫോർമുലാസ് ഉണ്ട്. അത് പ്രീഡിഫൈൻഡ് ആയിട്ട് നമുക്ക് സിസ്റ്റം തന്നെ തരുന്നതാണ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റിലുള്ള പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഇത്തരം ഫോർമുലാസിനാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഫോർ ഫങ്ഷൻസ് h2 = സം. ഈ സം ടോട്ടലിംഗ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പം ഇത് മാത്രം നമുക്ക് മാറ്റി കൊടുത്താൽ മതി. ഈ സെൽ അഡ്രസ്സ് മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി. മറ്റൊന്നും മാറ്റേണ്ടതില്ല. കാരണം ഇത് ബൈ ഡിഫോൾട്ട് വരും. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ബ്രേസസിൻ്റെ ഉള്ളിലുള്ള മാത്രമേ നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ LibreOffice CALC. LibreOffice CALC provides many functions by default. Here, classify LibreOffice CALC functions into 4 categories: date and time function, mathematical function, statistical function, logical function. ആണ് അതിൻ്റെ എക്സാമ്പിൾസും ഇവിടെ തന്നിട്ടുണ്ട്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ ടുഡേ, നൗ, ഡേറ്റ്, മന്ത്, ഇയർ, ഡേറ്റ് വാല്യൂ. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ സം ഇഫ്, റൗണ്ട്, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട് ഇഫ്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്. ലോജിക്കൽ ഫംഗ്ഷൻ ഇഫ്, ആൻഡ്, നോട്ട്, ഓർ. ഇതൊക്കെ ചില എക്സാമ്പിൾസ് ആണ്. ഇത് മാത്രമല്ല ഉള്ളത്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ യൂസ് ടു പെർഫോം ഓപ്പറേഷൻസ് or date and time values. LibreOffice CALC take 30th December 1899 as the base year for calculating date. The important date and time functions are today, now, day, month, year, date value. ഈ നമുക്ക് ഡേറ്റ് വാല്യൂ ഒക്കെ കിട്ടും. ഡേറ്റ് വാല്യൂ പറയുമ്പോൾ ഓരോ ഡേയുമായി ബന്ധപ്പെട്ടും ഓരോ ദിവസവുമായി ബന്ധപ്പെട്ടും നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ആ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഈ 30/12/1899 ബേസ് ഇയർ ആയി എടുത്തുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് വാല്യൂ ആണ്. അപ്പം അന്ന് തുടങ്ങി ഇത് എത്രാമത്തെ ദിവസം എന്നാണ് ഈ ഡേറ്റ് വാല്യൂ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ബേസ് ഇയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസ് ഡേറ്റ് എന്ന് പറയുന്നത് 30/12/1899 1900 തൊട്ട് തലേ ദിവസം. ടുഡേ. ദിസ് ഫംഗ്ഷൻ ഷോസ് ടുഡേസ് ഡേറ്റ് ഇൻ എ സെലക്ടഡ് സെൽ. ഇന്നത്തെ ദിവസം ഇത് അടിച്ചു കൊടുത്താൽ ഇന്നത്തെ ദിവസം കിട്ടും. ദിസ് ഫംഗ്ഷൻ ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ഡേയ്സ് ബിറ്റ്വീൻ കറണ്ട് ഡേറ്റ് ആൻഡ് ഗിവൺ ഡേറ്റ്. എത്ര ദിവസമായി എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മളത് സഹായിക്കും. ഈ ഇന്നത്തെ ദിവസവും അതേപോലെ നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ദിവസവും ഇത് നമ്മളെ സഹായിക്കുന്നു. നൗ ഇറ്റ് ഈസ് സിമിലർ ഫംഗ്ഷൻ ഓഫ് ടുഡേ, ബട്ട് നൗ ഫംഗ്ഷൻ ഷോസ് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം. സമയം കൂടി കാണിക്കുന്നു. ഡേ സീരിയൽ നമ്പർ. ദിസ് ഫംഗ്ഷൻ ഷോസ് ദ ഡേ ഓഫ് ദ ഡേറ്റ്. ഫോർ എക്സാമ്പിൾ A1 is equal to 23/9/2020. The day will result in 23 because it is a 23rd day of the month. 23 year the return 23 month. This function shows the day of the date. For example, if A1 is equal to 23/9/2015, the day will result in 23. നമ്മൾ പറഞ്ഞു ഡേ. മന്ത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മന്ത് ഏതാണെന്ന് കാണിക്കുന്നത് 6ാമത്തെ മാസമാണ് അത് റിട്ടേൺ ചെയ്തത്. ഇയർ. ദിസ് ഫംഗ്ഷൻ ഷോസ് ദ സീരിയൽ നമ്പർ ഓഫ് ദ ഇയർ ഫ്രം ദ ഡേറ്റ് വാല്യൂ ഓൺ ദ ബ്രേസസ്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ 2018 ആണ് തരുന്നത്. ഡേറ്റ് വാല്യൂ. ദ ഫംഗ്ഷൻ കൺവേർട്സ് ദ ഗിവൺ ഡേറ്റ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ദ ടെക്സ്റ്റ് ടു എ സീരിയൽ നമ്പർ ദാറ്റ് LibreOffice recognizes date. For example, equal to date value 1/1/2016 returns the value 42,370. നമ്മൾ നേരത്തെ പറഞ്ഞ ബേസ് ഡേറ്റിൽ നിന്ന് ഇന്നത്തെ ദിവസത്തേക്കുള്ള ദൂരമാണ് ഇത്രയും ദിവസങ്ങൾ. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. സം ഇഫ്, റൗണ്ട്, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ. സം ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ആഡ് ദ വാല്യൂസ് കണ്ടെയ്ൻ ഇൻ ദ റേഞ്ച് ഓഫ് സെൽസ്. സിൻടാക്സ് ഈക്വൽ ടു സം number 1, number 2, number 3. Or syntax equal to sum cell 1, cell 2. Illustration. Equal to sum
ഈ മൂന്നെണ്ണം തമ്മിൽ കൂട്ടിയിട്ട് തരും, അതിൻ്റെ ആൻസർ തരും. ഈക്വൽ ടു സം A1 കോളൻ A10 എന്ന് പറയുമ്പോൾ A1 മുതൽ A10 വരെയുള്ള സെല്ലുകളിലെ വാല്യൂസ് കൂട്ടിത്തരുന്നു. ഈക്വൽ ടു സം A1 കോളൻ A10, D30 കോളൻ D40. ആഡ് വാല്യൂസ് ഇൻ ടു നോൺ അഡ്ജസ്റ്റന്റ് റേഞ്ചസ് സെപ്പറേറ്റഡ് ബൈ കോമസ്. അപ്പം ഈ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സമ്മും ഇത് മുതൽ ഇതുവരെയുള്ള സെല്ലുകളുടെ വാല്യൂസിന്റെ സമ്മും നമുക്ക് തരുന്നു. ഈക്വൽ ടു സം ബേസിക് പേ ഡി എ ആഡ്സ് വാല്യൂസ് ഗിവൺ ദ ടു നെയിംഡ്. ഇത് റേഞ്ചസിന്റെ പേരാണ്. ബേസിക് പേ എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നത് രണ്ട് റേഞ്ചസ് ആണ്, ഒരു കൂട്ടം സെല്ലുകളാണ്. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് തരുന്നു. സം ഇഫ് ദ സം ഇഫ് ഫംഗ്ഷൻ സം ഇറ്റ്സ് വാല്യൂസ് ഓൺലി വെൻ എ പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഓർ കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. ഒരു പ്രത്യേക ഒരു വ്യവസ്ഥ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അതിന്റെ സമ്മ് ലഭിക്കുകയുള്ളൂ. സിൻടാക്സ് സം ഇഫ് റേഞ്ച് ക്രൈറ്റീരിയ സം റേഞ്ച്. റേഞ്ച് ഇസ് ദ റേഞ്ച് ടു വിച്ച് ക്രൈറ്റീരിയ ആർ ടു ബി അപ്ലൈഡ്. നമുക്ക് ഇന്ന സെല്ല് മുതൽ ഇന്ന സെല്ല് വരെ എന്ന് പറയും. ക്രൈറ്റീരിയ ഇസ് എ കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് ഫോർ ടോട്ടലിംഗ് സെൽസ്. ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. സം റേഞ്ച് ഓപ്ഷണൽ, ആവശ്യത്തിന് ഓരോ സാഹചര്യം അനുസരിച്ച് വേണമെങ്കിൽ ഉപയോഗിച്ചു. ഇസ് എ റേഞ്ച് ഫ്രം വിച്ച് വാല്യൂസ് ആർ സംഡ്. പ്രാക്ടിക്കൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഈ പ്രൊസീജിയറായിട്ടും നിങ്ങൾ ഫെമിലറൈസ് ചെയ്ത. റൗണ്ട് ചെയ്യാനുള്ളത്, റൗണ്ട് ഫംഗ്ഷൻ റൗണ്ട്സ് സപ്ലൈഡ് നമ്പർ ടു എ സ്പെസിഫൈഡ് ഡെസിമൽ പോയിന്റ്സ്, ഡെസിമൽ പ്ലേസസ്. റൗണ്ട് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ ഈ 2 എന്ന് കൊടുത്താൽ ഇവിടെ 2 ഡെസിമൽ പോയിന്റ്സിൽ ലിമിറ്റ് ചെയ്ത് തരും. 569 എന്ന് പറയുമ്പോൾ 57 തന്നു. 54 5 1 കൊടുത്തപ്പോൾ 1 ഡെസിമൽ പോയിന്റ്. റൗണ്ട് അപ്പ് നെക്സ്റ്റ് ഇതിലേക്ക് 0.5432 55ലേക്ക് മാറ്റി. റൗണ്ട് അപ്പാണ്, മുകളിലേക്കാണ്. ഇവിടെ അതേപോലെ 1 ആണ്, അതുകൊണ്ട് 6ലേക്ക്, 54 ഉള്ളത് 6ലേക്ക്. റൗണ്ട് ഡൗൺ എന്ന് പറയുമ്പോൾ 569 ഉള്ളത് 2 ഡെസിമൽ പോയിന്റ്സ് 56 ആയി. ഇവിടെ 1 ഡെസിമൽ പോയിന്റ് 5 എന്നായി. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്. ആവറേജ്, ഫൈൻഡ് ഔട്ട് ആവറേജ് വാല്യൂസ് ഇൻ റേഞ്ച്, അതായത് അരിത്തമെറ്റിക്കൽ മീൻ. ആവറേജ് ഈക്വൽ ടു ആവറേജ് കൊടുത്താൽ മതി. മിനിമം ഈക്വൽ ടു മിനിമം. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഏതാണ് മിനിമം നമുക്ക് കാണിച്ചു തരും. അതേപോലെ സെറ്റ് ഓഫ് ഫങ്ഷൻസിൽ മാക്സിമം ഏതാണ്. സ്റ്റുഡൻസിൻ്റെ മാർക്കുകളാണ്. ടോട്ടൽ സ്കോർ, ആവറേജ്, ലോവസ്റ്റ്, ഹയസ്റ്റ്, ഇത് കണ്ടെത്താൻ നമുക്കിത് വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നു. പ്രൊസീജിയർ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തതാണ്. കൗണ്ട് എന്നും പ്രധാനപ്പെട്ട കുറച്ച് ഫംഗ്ഷൻ. ദ കൗണ്ട് ഫംഗ്ഷൻ കണ്ടെയ്ൻസ് ദ നമ്പർ ഓഫ് സെൽസ് ദാറ്റ് കണ്ടെയ്ൻസ് ന്യൂമറിക്കൽ വാല്യൂസ് ഇൻ എ ഗിവൺ റേഞ്ച് ഓഫ് സെൽസ്. ഓൺലി ന്യൂമറിക്കൽ വാല്യൂസ് ആർ കൗണ്ടഡ് ഹിയർ. നമ്പർ മാത്രമേ, അല്ലെങ്കിൽ എമൗണ്ട് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. എത്ര സെല്ലുകളുണ്ട്, ന്യൂമറിക്കൽ വാല്യൂവിൽ എത്ര സെല്ലുകൾ നമ്മൾ കൊടുത്ത റേഞ്ച് ഓഫ് സെൽസിൻ്റെ ഇടയിലുണ്ട്. ഈസിക്കൽ ടു എണ്ണം എത്ര ഉണ്ട്. നമ്മളൊരു സെറ്റ് ഓഫ് ഒരു 100 എണ്ണം കൊടുക്കുന്നു, 100 സെല്ലുകളുടെ റേഞ്ച് കൊടുക്കുന്നു. അതിൽ ചിലപ്പം ഒരു 30 എണ്ണത്തിൽ നമ്പർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എമൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ എണ്ണം 30 എന്ന് നമുക്ക് റിട്ടേൺ ചെയ്യുന്നു. ഈസിക്കൽ ടു കൗണ്ട് വാല്യൂ 1 മുതൽ എത്രയാണോ ഉള്ളത്, വാല്യൂ 100 വരെ ഉള്ളത്. കൗണ്ട് എ. The count A function counts the number of cells that contains any type of data. This function never counts empty or blank cells. തരുന്നില്ല. നമുക്ക് ടെക്സ്റ്റോ അല്ലെങ്കിൽ നമ്പറോ എന്താണ് ഏതെങ്കിലും ഉള്ള ഒരു സെല്ലുണ്ടെങ്കിൽ ആ സെല്ലുകളുടെ എണ്ണം എത്ര എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. കൗണ്ട് ബ്ലാങ്ക്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത എംപ്റ്റി സെൽസിന്റെ നമ്പർ തരുന്നു. കൗണ്ട് ഈ ഫംഗ്ഷൻ ഈസ് യൂസ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ എ റേഞ്ച് ദാറ്റ് മീൻസ് എ ഗിവൺ കണ്ടീഷൻ ഓർ ക്രൈറ്റീരിയ. ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് സെൽസ് എത്ര ഉണ്ട്. ഈസിക്കൽ ടു കൗണ്ട് റേഞ്ച് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ എന്ന കണ്ടീഷൻ. റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ റേഞ്ച് ടു വിച്ച് ക്രൈറ്റീരിയ ആർ ടു ബി അപ്ലൈഡ്. ആ സെല്ലുകളുടെ ഒരു ഗ്രൂപ്പ്. ക്രൈറ്റീരിയ ഇറ്റ് ക്യാൻ ബി നമ്പർ എക്സ്പ്രഷൻ, സെൽ റെഫറൻസ് ഓർ ക്യാരക്ടർ സ്ട്രിങ്. ഇത് നോക്കൂ. നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ഓൺലി നമ്പേഴ്സ്, നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് മോർ ദാൻ 500 ഒരു കണ്ടീഷനാണ്. കണ്ടെയ്നിങ്
the term commerce എന്നുള്ള സെല്ലുകൾ എത്ര കൊമേഴ്സ് എന്ന് എഴുതിയിട്ടുള്ള സെല്ലുകൾ which they are blank. count if equal to count if A1 മുതൽ F5 വരെയുള്ള കൊമേഴ്സ് എന്ന് എഴുതിയ സെല്ലുകളുടെ count if A1 മുതൽ F5 വരെ 500-ൽ കൂടുതൽ വാല്യൂ ഉള്ളത് എത്ര? ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. Logical function helps to compare more than one condition and outcome. Logical functions return only one of two values, true or false. Logical function requires the usage of logical operators like greater than, less than, equal to, or greater than. ഈ രീതിയിൽ ഉള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ലോജിക്കൽ ഫങ്ഷൻസ് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രധാനമായിട്ട് if and or. Specifically, logical test to perform returns true if all of its arguments are true, or returns true if any argument is true. This function is used to test a condition whether it is true or false. When condition is true, then first action is taken. When it is false, then the second action is taken. If, then value, otherwise value. If A1 greater than 30, passed or failed. ആണ് then value. ഗ്രേറ്റർ ആണെങ്കിൽ പാസ് ചെയ്തു. A1 എന്നുള്ള സെല്ലിൽ 30 കൂടുതൽ മാർക്ക് കുട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി പാസ് ചെയ്തു. അതർവൈസ് വാല്യൂ ഫെയിലായി. നെസ്റ്റഡ് if function used to evaluate different conditions. If function can be nested when you have multiple conditions to meet. ഇത് നമുക്ക് ഗ്രേഡിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഏത് ഗ്രേഡാണ് കിട്ടിയത് ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇതാണ് കൊടുക്കേണ്ടത്. ഈ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ഫോർമുല നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. or function tests the number of supplied conditions and returns true if at least one argument is true. Returns false if all arguments are false. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ട്രൂ ആണെങ്കിൽ നമുക്ക് ട്രൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് കിട്ടും. എല്ലാ ആർഗ്യുമെന്റും തെറ്റാണെങ്കിൽ മാത്രമേ നമുക്ക് ഫോൾസ് എന്നുള്ളത് കിട്ടുകയുള്ളൂ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ ആൻഡ് is that or will return true if at least one argument is correct, but and will return true only when all arguments must be correct. ആണ് അതിന്റെ സിൻടാക്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു. രണ്ടാമത്തെ ചാപ്റ്റർ കഴിയുന്നു.